പുഴുക്കളെ അങ്ങനെയുള്ള സംഭവങ്ങൾ തിരയേണ്ടത് ഒരിക്കലും എന്താ പറയുക ഇതിൻ്റെ മുകൾ ഭാഗത്തല്ല. നമ്മളിങ്ങനെ എല്ലാ ദിവസവും ചെടികൾ പരിശോധിക്കുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കില്ലേ, ഇതിൻ്റെ പുറത്ത് അതിൻ്റെ കാഷ്ടം കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഇതിന് പുഴുക്കൾ കയറി പറ്റിയിട്ടുണ്ടെന്നാണ്. നമ്മൾ പരിശോധിച്ച് കണ്ടുപിടിക്കണം. ഇലകളുടെ അടിഭാഗമൊക്കെയാണ് നോക്കേണ്ടത്. പുഴു സ്പോട്ട് എടുത്ത് കളയുക. ചീരകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന കീടാക്രമണം എന്ന് പറയുന്നത് ഇത്തരം പുഴുക്കളാണ്. ഇലതീനി പുഴുക്കൾ എന്ന് പറയും. അവ കയറിപ്പറ്റി കഴിഞ്ഞാൽ ഇലകൾ മൊത്തം ഇതുപോലെ തിന്ന് നശിപ്പിച്ച് കളയും. പച്ചച്ചീരയാണ്. പച്ചച്ചീരയിൽ പിന്നെ എന്താ പറയുക, ചുവപ്പ് ചീരയിൽ ഇതുപോലെ ഇലതീനി പുഴുക്കളെ നമുക്ക് ധാരാളം അവരുടെ ആക്രമണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്ന കേസ് ഇതാണ്: ചീരകളിൽ കഴിവതും കീടനാശിനി പ്രയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം ഇത്തരം നിരീക്ഷണങ്ങൾ, അതായത് ദിവസം 2 തവണ ഒന്ന് ചെറുതായി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ പുഴുക്കളുടെ. അവയെ പെറുക്കിയെടുത്ത് കളയുക. അതാണ് ചീരകളിൽ നമുക്ക് ചെയ്യാവുന്ന എന്താ പറയുക ഏറ്റവും ഫലവത്തായ കീടനിയന്ത്രണ മാർഗം. നമ്മുടെ പുഴുക്കൾ ഇതുപോലെയുള്ള വസ്തുക്കളെ തിരയേണ്ടത് ഇലകളുടെ അടിഭാഗത്താണ്, ഒരിക്കലും മുകൾ ഭാഗത്ത് വരില്ല. നമുക്ക് രാവിലെ വൈകുന്നേരം ഇതേപോലെ നമ്മൾ ചെടികളൊന്ന് പരിശോധിക്കണം. ഇതൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മാത്രമേ നമുക്ക് ഈ എന്താ പറയുക ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ സാധ്യമാവുകയുള്ളൂ. നമുക്ക് ഒരുപാട് ചീരകൾ വളർത്തുന്ന കേസിലൊന്നും നമുക്ക് ഓരോന്നും ഇതുപോലെ നോക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇതിൽ ഇലകൾ തിന്ന് അവർ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിവതും ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക കീടങ്ങളെ, പുഴുക്കളെ നമ്മൾ കൈകൊണ്ട് പെറുക്കിയെടുത്ത് കളയുക. അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്.